ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹം ഒന്നിനും അറിയിക്കുന്നു. ഇനിയും രണ്ടാമത്തെ സംഭവം, അതായത് പ്രോമിസ് പ്ലസ് ഫെയ്ത്ത്, ദൈവത്തിൻ്റെ വാഗ്ദാനം പ്ലസ് വിശ്വാസം അത്ഭുതം. ഇതാ നമ്മൾ പറഞ്ഞു വരും. രണ്ടാമത്തെ കാര്യം റോമൻസ് ചാപ്റ്റർ 4 അതിൻ്റെ 18, റോമർ 4:18 ഞാൻ വായിച്ചു കേൾപ്പിക്കുക. അബ്രഹാമത്തിനെ സംബന്ധിച്ചൊരു കാര്യമാണ്. നിന്റെ സന്തതി പ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. മക്കളില്ലാതെ 75-ാമത്തെ വയസ്സിൽ ഒരു വാഗ്ദാനം കൊടുത്തു. നീ അനേക ജനങ്ങളുടെ പിതാവാകും, നിന്റെ സന്തതികൾ ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനങ്ങളുടെ പിതാവാകും എന്ന പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം 75-ാമത്തെ വയസ്സിൽ ഒരു സാധ്യതയില്ലാത്തവർ പറഞ്ഞു, നിന്റെ സന്തതി പ്രകാരമായിരിക്കും, നിന്റെ സന്തതിയുടെ ലോകത്തിലെ ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അവർ ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽത്തീരത്തെ മണത്തരി പോലെയും ആകും എന്ന് ദൈവം വാഗ്ദാനം കൊടുത്തു. ദൈവത്തിൻ്റെ വാഗ്ദാനം, പ്രോമിസ് അവിടെ വന്നു. അബ്രഹാം ചെയ്തെന്നറിയോ? തനിക്ക് ദൈവം കൊടുത്ത വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു. അതാണ് പറയുന്നത്, പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ട് കാര്യം സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ 75 വയസ്സായി. പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം അവന് കിട്ടി. അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു, മിക്സ് ചെയ്തു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറയുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. എന്ന് പറഞ്ഞാൽ അവൻ സാഹചര്യത്തിലോട്ട് നോക്കിയില്ല. ഫാക്ട് ഈസ് ഫാക്ട്, ട്രൂത്ത് ഈസ് ട്രൂത്ത്. ഫാക്ട് എന്താ? മെഡിക്കൽ സയൻസ് എന്താ പറയുന്നത്? ഈ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇനി പ്രതീക്ഷിക്കണ്ട. പലപ്പോഴും നമ്മളെ ഈ അല്പം നടക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫാക്റ്റിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടിന് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ പറഞ്ഞേക്കുന്ന കാര്യം ദൈവമാണ്. ട്രുത്ത് എന്താ? ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് കാണണം കേട്ടോ. ഫാക്റ്റായിട്ട് നിൽക്കട്ടെ. അതിനപ്പുറം ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നടക്കാൻ പോകുന്നത്. ഓർത്തോണം, ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. കാരണം ലാസ്റ്റിൻ്റെ കാര്യത്തിൽ എന്താ? ഫാക്റ്റ് എന്താ? മാർദ്ദ ഒരു 4 ദിവസമായി തുറക്കല്ലേ, കാര്യം പ്രതറൊക്കെ, പക്ഷെ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ ട്രുത്ത് എന്താ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കണ്ടില്ലേ? അപ്പോൾ ഫാക്റ്റാണ് പലപ്പോഴും ഒരു മിറക്കിൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ നമുക്ക് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത്. ഫാക്ട്, മെഡിക്കൽ റിപ്പോർട്ട്സ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാനൊരു മിറക്കിൾ നടക്കും എൻ്റെ ജീവിതത്തിൽ. കർത്താവിനോട് അങ്ങനെ പറഞ്ഞു. അപ്പം അതിനെ തടയാനായിട്ടാണ് ഫാക്ട്സ് ഇങ്ങനെ നിൽക്കുക. എന്നെ അതിലോട്ട് ഡൈവേർട്ട് ചെയ്ത് ആ ഫാക്റ്റിലോട്ട് നോക്കിച്ചിട്ട് എന്നെ കൊണ്ട് തീരുമാനം മാറ്റിക്കണം. രക്ഷപ്പെട്ടു, മിറക്കിൾ നടക്കത്തില്ല. ഓക്കെ. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നതും സാറയുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. ഹി വാസ് ഫേസിങ് ദ ഫാക്ട്. ഫാക്റ്റ് എല്ലാം അറിയാം, സാഹചര്യം എല്ലാം അറിയാം, ബട്ട് ഹി ഡിഡ് നോട്ട് വേവർ എന്നാണ്. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അടിച്ചില്ലെന്ന്. വിശ്വാസമില്ലാത്തവരാണ് ദൈവം ഒരു വാഗ്ദാനം തന്നാലും നെഗറ്റീവ് അടിച്ച് നിരാശപ്പെട്ട് സ്വന്തം വഴി കൂടെ പോകുന്നത്. കർത്താവ് ഒരു കാര്യം ഉറപ്പ് വരും, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ നോക്കിക്കോളാം, നീ ഇന്ന പോലെ ചെയ്യും എന്ന് പറയുമ്പോൾ വിശ്വാസമില്ലെങ്കിൽ നമുക്കതൊന്നും ഒരു വിഷയമല്ല. കർത്താവെ അങ്ങനല്ല. കർത്താവിന് അങ്ങനെ പറഞ്ഞാൽ മതി. കർത്താവിന് കാര്യം അറിയാൻ വയ്യത്തുണ്ടാകും. ഇതേ മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരുന്നത്, വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കർത്താവ് എന്നോടൊരു കാര്യം പറയും, പരിശുദ്ധാത്മാവ് എന്നോടൊരു കാര്യം പറയുമ്പോൾ ഞാൻ അത് കേൾക്കാതെ ഞാൻ മറ്റു വഴിയെ പോവുകയാണെങ്കിൽ, ലോകത്തിൻ്റെ വഴിയെ പോവുകയാണെങ്കിൽ ഉള്ള കുഴപ്പം, ഞാൻ വിശ്വാസമില്ലാത്തതിനെ പോലെ ദൈവം തന്ന വാഗ്ദാനത്തെ ഞാൻ അവിശ്വസിക്കും. എൻ്റെ പ്രശ്നം അതാണ്. കർത്താവിനോട് കാര്യം ക്ലിയറായിട്ട് പറഞ്ഞു, ഞാൻ അതിനെ അവിശ്വസിച്ച് ഞാൻ എൻ്റേതായ വഴി വെട്ടിപ്പോവുക. അതിൻ്റെ അർത്ഥം എന്തോ? എനിക്ക് കർത്താവിനേക്കാളും വിശ്വാസം മെഡിക്കൽ സയൻസിനെ. എന്ത് കഷ്ടം ആലോചിച്ചു നോക്ക്. ഹി ഈസ് എ ക്രിയേറ്റർ. എനിക്ക് ക്രിയേഷനെ വിശ്വാസം, എനിക്ക് ക്രിയേറ്ററെ വിശ്വാസമില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസ ശക്തി പ്രാപിച്ചു. 75-ാമത്തെ വയസ്സിൽ പ്രോമിസ് കൊടുത്തു, 100-ാമത്തെ വയസ്സിലാണ് സന്തതി വരുന്നത്. 85, 90, 95 ഒക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ശക്തി അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസം കുറഞ്ഞു വരേണ്ടതാണ്. ചുറ്റുപാടുകളിൽ കളിയാക്കുന്നുണ്ടായിരിക്കും, സാറ കളിയാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അവൻ്റെ ശക്തിയുടെ അടിസ്ഥാനം സെൽഫ് കോൺഫിഡൻസ് അല്ല,
ദൈവത്തിലുള്ളവൻ്റെ വിശ്വാസം. അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. കർത്താവേ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് യു, നത്തിങ് ഈസ് ടു ഹാർഡ് ഫോർ യു. അങ്ങ് ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടക്കും. അതാണ് അവനെ ബലപ്പെടുത്തിയത്. വാഗ്ദാനം ചെയ്തവൻ വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഇതിൻ്റെ വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത് വാഗ്ദാനം ചെയ്തവൻ വാഗ്ദാനം നിറവേറ്റാൻ മതിയായവൻ എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. വാഗ്ദാനം ചെയ്ത ആരാ? ദൈവം. നിനക്ക് സന്തതി ഉണ്ടാകും. ആ വാഗ്ദാനം നിറവേറ്റാൻ കഴിവില്ലെങ്കിൽ ദൈവം ചെയ്യുക. പറ, ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? അപ്പോൾ അബ്രഹാം ദൈവത്തിലും പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അതിനേക്കാൾ വലുതല്ല സാഹചര്യം. കാരണം പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കാതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതിനകത്തും ദൈവം തരുന്ന വാഗ്ദാനം പലപ്പോഴും ഒരു ലോജിക്ക് വാഗ്ദാനം. നമ്മുടെ പ്രശ്നം ലോജിക്കാണ്, സാമാന്യ ബുദ്ധി. ഈ നമ്മുടെ ബുദ്ധി തന്നെയാണ് ഇതിനെല്ലാം തടസ്സം കേട്ടോ. വളരെ തിരിച്ചറിഞ്ഞോണം, നമ്മുടെ ബുദ്ധിയാണ് നമ്മൾ ഈ അത്ഭുതം നടക്കുന്നതിന് നമ്മൾ പുറകോട്ട് വലിക്കുന്നത്. കാരണം നമുക്കെപ്പോഴും വിശ്വാസം കാണുന്ന സാഹചര്യങ്ങളും മെഡിക്കൽ ഫാക്റ്റുമാണ്. ഇപ്പോഴത്തെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ പോലും നമ്മൾ വേവർ ചെയ്യുക. എന്നാ മെഡിക്കൽ ഫാക്റ്റ് അത്ര ഭീകരമായിട്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ ഇത് നമ്മുടെ ജീവിതമല്ലേ, റിസ്ക് എടുക്കാൻ പറ്റുമോ? കർത്താവിന് അങ്ങനെയൊക്കെ പറയാം, ഇത് ഞാൻ വേണം എൻ്റെ കാര്യം നോക്കാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.